എൽ നീനോ പ്രതിഭാസം വീണ്ടും വരുന്നു. ആഗോള താപനില കൂടുമെന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ചയ്ക്ക് സാധ്യതയെന്നും UN കാലാവസ്ഥാ ഏജൻസി വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകി. മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയിലുണ്ടാകുന്ന അസ്വാഭാവികമായ മാറ്റങ്ങളാണ് എൽനിനോയ്ക്ക് കാരണമാകുന്നത്. 2024 ഇതിനു മുൻപ് എൽനിനോ പ്രതിഭാസമുണ്ടായത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ വർഷമായാണ് 2024 വിലയിരുത്തപ്പെടുന്നത്. 2 വർഷത്തിന് ശേഷം എൽനിനോ വീണ്ടും എത്തുമ്പോൾ കടുത്ത ആശങ്കയിലാണ് ശാസ്ത്രലോകം. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഉയർന്ന താപനില നവംബർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ വിലയിരുത്തുന്നു. ശരാശരിയേക്കാൾ 6 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. സമുദ്രങ്ങളിൽ ഉഷ്ണതരംഗങ്ങൾ രൂപപ്പെടുന്നത് കടുത്ത വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ കനത്ത മഴയ്ക്കും കാരണമാകും. ദക്ഷിണേഷ്യയിൽ വരൾച്ചാ സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും കടുത്ത വരൾച്ചയ്ക്കാണ് സാധ്യത. കേരളത്തിലും ദക്ഷിണേന്ത്യയിലും സാധാരണ ലഭിക്കേണ്ട മഴയുടെ അളവിൽ വലിയ കുറവുണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയിരുന്നു. അതേസമയം മധ്യേഷ്യയിൽ മഴ കനക്കും. പസഫിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടും. വരാനിരിക്കുന്ന വരൾച്ചയെയും കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും നേരിടാൻ രാജ്യങ്ങൾ സജ്ജമാകണമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.